എന്താ മക്കളെ, മുട്ട കൊണ്ടുള്ള ഈ ഐറ്റം ഉണ്ടാക്കിയില്ല എങ്കിൽ പെട്ടെന്ന് ചീനച്ചട്ടി എടുത്തു, സബോള ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഉപ്പ് ഇട്ടൊന്ന് വാട്ടി കൊടുക്കുക. തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് വീണ്ടും ഒന്ന് പച്ചമണം മാറുന്നവരെ ഞാനൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് വീണ്ടും വഴറ്റുക. വെള്ളമൊഴിച്ച് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് മുട്ടയാണ് കേട്ടോ. മുട്ട ഇതാണ് ഐറ്റം. മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത്. മാറി മാറി സൈഡ് നോക്കി മുട്ട പൊട്ടിച്ചൊഴിച്ച് ആവശ്യത്തിന് ഉപ്പിനി വേണമെന്നുണ്ടെങ്കിൽ ഉപ്പും ഒരല്പം എരിവും കൂടി ചേർക്കേണ്ടവർക്ക് ചേർത്തിട്ട് നമുക്ക് മൂടി വയ്ക്കാം. 5 മിനിറ്റ് വെന്ത് വരുമ്പോൾ നമുക്ക് ഈ മുട്ട പൊട്ടാത്ത രീതിയിൽ ആദ്യം ഒഴിച്ചതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. 2 ഭാഗം നന്നായിട്ട് വെന്ത് കിട്ടാനാണ്. ഗ്രേവി വേണ്ടവർക്ക് ഈ ഒരു സ്റ്റേജിൽ ഗ്രേവി ആക്കാവുന്നതാണ്. എനിക്കിത് ഈ ഒരു ഗ്രേവി മതി. ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാനൊരല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ.